ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ലോകം മുഴുവൻ കാട്ടുതീ പോലെയാണ് പടർന്നു പിടിച്ചത്. അതിനുശേഷം വലിയ പ്രക്ഷോഭം ഉണ്ടായി. ഇമ്രാൻ്റെ പാർട്ടിയുടെ പ്രവർത്തകർ ആയിരക്കണക്കിന് ആളുകൾ അദീലിയ ജയിലിന് മുന്നിൽ തടിച്ചുകൂടി. ഇമ്രാൻ്റെ 3 സഹോദരിമാർ, ഒന്ന് നൊറീൻ ഖാൻ, നിയാസി എന്ന് വിളിക്കുന്ന നൊറീൻ ഖാൻ, ഇവരുടെ മുടിക്കുത്തിന് പിടിച്ചാണ് പോലീസ് വലിച്ചടിച്ചത്. പിന്നെ അലീമ ഖാൻ, ഉസ്മാ ഖാൻ, ഇവർ 3 പേരും ജയിലിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ആഴ്ചയിൽ 2 തവണ ഇമ്രാൻഖാനെ കാണാൻ അവിടുത്തെ ഇസ്ലാമാബാദ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അവർ വെള്ളിയാഴ്ച ചെന്നപ്പോൾ, വെള്ളിയാഴ്ചയല്ല ബുധനാഴ്ച ചെന്നപ്പോൾ കാണാൻ സമ്മതിച്ചില്ല. ശരിക്കും ചൊവ്വാഴ്ച തന്നെ ചെന്നു അവർ. അന്നാഴ്ച രാത്രിയാണ് ഈ വിഷയങ്ങൾ തുടങ്ങുന്നത്. അതെ, അവരെ കാണാൻ അനുവദിച്ചില്ല. പിന്നെ ഇത് വലിയ വാർത്തയൊക്കെ ആയിട്ട് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ അസീഫിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ജിയോ ന്യൂസിൽ വാർത്തയും വന്നു. ഇമ്രാൻഖാൻ സുരക്ഷിതനാണ്, അദ്ദേഹം വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു, അദ്ദേഹത്തിന് 7 സ്റ്റാർ ഹോട്ടലിലെ ഫുഡാണ് ഞങ്ങൾ കൊടുക്കുന്നത്, കിടക്കാൻ കട്ടിലുണ്ട്, പുതയ്ക്കാൻ വെൽവെറ്റിൻ്റെ പുതപ്പാണ് കൊടുക്കുന്നത്. ഞാൻ ജയിലിൽ പണ്ട് കിടന്നിട്ടുണ്ട്, അന്ന് തണുത്ത് ഉറഞ്ഞ തറയിൽ, വെറും തറയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പൊന്നുപോലെയാണ് ഇമ്രാനെ നോക്കുന്നത്. അപ്പോൾ സഹോദരിമാരും ഈ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരും ചോദിക്കുന്നത്, എന്നാൽ പിന്നെ അദ്ദേഹത്തെ കാണിച്ചുകൂടെ? ഹൈക്കോടതി ഉത്തരവുണ്ടല്ലോ, ആഴ്ച 2 തവണ കാണാം എന്ന് പറയണം. എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച കാണിച്ചില്ല? ഇപ്പോൾ പാകിസ്ഥാൻ അധികൃതർ ഇമ്രാൻ്റെ സഹോദരിമാരോട് പറഞ്ഞിരിക്കുന്നത് അടുത്ത ചൊവ്വാഴ്ച കാണിക്കാം. ഇന്ന് വെള്ളിയാണ്, ശനി ഞായർ തിങ്കൾ 4 ദിവസം കൂടെ കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പം കഴിഞ്ഞ ആഴ്ച ഇമ്രാനെ കാണിക്കുന്നതിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതെന്തായിരിക്കും? പാകിസ്ഥാനിലെ ഈ കാര്യങ്ങൾ വളരെ ദുരൂഹമാണ്. ഒന്നാമത്തെ കാര്യം, ഇമ്രാനെ പോലൊരു ഉയർന്ന നേതാവിനെ കാണിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് അത് ഹൈക്കോടതി ഉത്തരവുള്ളപ്പോൾ അതും സ്ഥിരമായിട്ട് പോയി കണ്ടുകൊണ്ടിരുന്ന സഹോദരിമാരെ. ഇവിടെ അദ്ദേഹത്തിന് എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ള ആ വിശ്വാസം തന്നെയാണ് ബലപ്പെടുന്നത്. ഒന്നുകിൽ ആ സഹോദരിമാർ കണ്ടാൽ ബുദ്ധിമുട്ടുള്ള വിധത്തിൽ അദ്ദേഹത്തിന് പരിക്ക്, അല്ലെങ്കിൽ അബോധാവസ്ഥ, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. രണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിയിരിക്കണം. അതും സംശയിക്കപ്പെടുന്നത്. അതെ, അത് അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത്. മാറ്റിയെങ്കിൽ അതിനെന്താണ് കാരണം? ഇതൊരു പ്രധാന ചോദ്യമാണ്. കാരണം മാറ്റിയെങ്കിൽ 2 വിധത്തിലാവാം. ജീവനോടെ മാറ്റാം, ജീവനില്ലാതെയും മാറ്റാം. അപ്പോൾ അദ്ദേഹം മരിച്ചോ എന്നുള്ള ചോദ്യത്തിന് പോലും അവിടെ ഒരു കാര്യമായ ഒരു പ്രസക്തിയുണ്ട്. എങ്കിലും നമ്മളത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ടായത് അഭ്യൂഹങ്ങളാവട്ടെ. ഇമ്രാൻ ഒരു പക്ഷേ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടാവും എന്ന് തന്നെ. അല്ല, ഇമ്രാൻ മരിച്ചാലും നമുക്കൊന്നുമില്ല. കാരണം ഇന്ത്യക്കാരെയും ഇന്ത്യ രാജ്യത്തെയും തകർക്കാൻ വേണ്ടി തന്നാലാവും വിധം പണിയെടുത്തതാണ്. പക്ഷേ ആകെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, അത് പാകിസ്ഥാൻ്റെ പൊളിറ്റിക്സിൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. പാകിസ്ഥാനിൽ ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് സാധ്യതയുള്ള അവസാന വ്യക്തി അദ്ദേഹം മാത്രമാണ്. വേറെ ആരെ കൊണ്ടും പറ്റില്ല. ഇന്ന് നിലവിലുള്ള നവാസ് ഷെരീഫ് ഫാമിലിയെ കൊണ്ടോ ബനസീർ ഭൂട്ടോ ഫാമിലിയെ കൊണ്ടോ ഒന്നും പറ്റില്ല. അവരൊക്കെ ഇതുവരെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും വിധേയമായിട്ടാണ് പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറുപ്പക്കാരുടെയും വിദ്യാഭ്യാസമുള്ളവരുടെയും അഡ്വക്കേറ്റ്സിൻ്റെയും ജനങ്ങളുടെയും പിന്തുണയോടുകൂടി പാകിസ്ഥാനെ എന്നെങ്കിലും പട്ടാളത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കാൻ ഏതെങ്കിലും ഒരാൾക്ക് സാധിക്കുന്ന എന്തെങ്കിലും മിനിമം പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഇമ്രാൻ മാത്രമാണ്. ഇന്ത്യക്ക് ആകെ ഗുണകരമാവുന്ന ഒരേ ഒരു പോസിബിലിറ്റിയും അത് മാത്രമാണ്. അത് പാകിസ്ഥാനിലെ ISIക്കും അറിയാം. അവിടെയാണ് കുഴപ്പം വരുന്നത്. അതായത് ഇമ്രാൻ്റെ ഏത് തിരിച്ചുവരവും ISIക്കും പട്ടാളത്തിനും ദോഷം തന്നെയാണ്. അസിം മുനീർ തീർച്ചയായിട്ടും ദോഷമാണ്. അതെ, അദ്ദേഹമാണല്ലോ ഇതിലെ പ്രധാന വീരനായകൻ എന്ന് പറയുന്നത്. അസിം മുനീർ എന്താവാൻ ആഗ്രഹിക്കുന്നു? ഒരുപക്ഷെ CEO ഓഫ് പാകിസ്ഥാൻ, പണ്ട് മുഷാറഫ് ഇരുന്ന പോലെ കയറാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭരണകൂടത്തെ സമ്മർദ്ദപ്പെടുത്തി ഒരു വശത്ത് നമ്മുടെ ട്രംപിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് പ്രോക്സി ആയിട്ടിരുന്നുകൊണ്ട് എല്ലാ കളികളും കളിച്ച് സകല അഴിമതി നടത്തുക എന്നുള്ളതായിരിക്കും ഉദ്ദേശം. രണ്ടായാലും ഇമ്രാനെ പോലൊരു വ്യക്തി, ഇമ്രാൻ ആഗ്രഹിച്ച, ഇല്ല ഇമ്രാൻ പാകിസ്ഥാനിലെ യുവ ജനതയ്ക്ക് മുന്നിൽ വെച്ച വാഗ്ദാനം എന്ന് പറയുന്നത് ഒരു പുരോഗമനമുള്ള പാകിസ്ഥാൻ, വികസിത പാകിസ്ഥാൻ, അത് അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വ്യക്തി, ഒരു ക്രിക്കറ്റ് താരം, അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ അത് ഭരണത്തിൽ വരെ കയറിയത് അതുകൊണ്ടാണ്. പിന്നെ മറ്റൊന്നുണ്ട്, അതിന് പുറകിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ആൾക്കാർ കേട്ടാൽ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. പക്ഷേ വേറൊരു രസമുള്ളൊരു കാരണമുണ്ട്. പാകിസ്ഥാനിലൊരു ആൾദൈവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. അദ്ദേഹം ഇടയ്ക്കൊരു ഒരു സിദ്ധ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് പറയാവുന്ന ഒരു ആത്മീയ പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. ആദ്യത്തെ നേരത്തെ ഭാര്യയൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചിട്ട്, ഈ സ്ത്രീയാണെങ്കിൽ അവരുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായി. അവരും ഇടയ്ക്ക് ജയിലിലായി അവസാനം വന്നു. പക്ഷേ പാകിസ്ഥാൻ ജനതയിലെ അനേകം പേര് ഇവരുടെ ആത്മീയ പ്രഭാഷണങ്ങളുടെയോ ആത്മീയ ഉപദേശങ്ങളുടെയോ മുസ്ലിം തന്നെ. അതെ, അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ റീജിയനിലുള്ള ഒരു ഇതാണ്. ഈ ബാബാമാർ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ അല്ല. സത്യം പറഞ്ഞാൽ നമുക്കിവിടെ ഏത് മതത്തിലും ആവാം. ഇപ്പം
പലരും വിശ്വസിക്കില്ല. ലിയോ ടോൾസ്റ്റോയുടെയും ദസ്തയേവ്സ്കിയുടെ ഒക്കെ കഥകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും റഷ്യയിൽ ബാബുമാരുണ്ടായിരുന്നു. ആ ബാബുമാരിലെ അവസാനത്തെ ആളാണ് റാസ്പുട്ടിൻ. ആ കഥകൾ വളരെ ഫേമസാണ്. ഒരു റാസ്പുട്ടിൻ ഏറ്റവും ഫേമസായി, പക്ഷേ അനേകം പേരുണ്ടായിരുന്നു. ഇത്തരം വ്യക്തികളുടെ അടുത്ത് പോകുന്നത് ദസ്തയേവ്സ്കിയുടെ പോലും കഥകളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതേപോലെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയിൽ ബാബാമാരുള്ള പോലെ അമേരിക്കയിൽ പോലും ബാബാമാരുണ്ട് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല. ഞാൻ അങ്ങനെയുള്ളവരുടെ കണ്ടിട്ടില്ല നേരിട്ട്, പക്ഷേ എനിക്ക് പരിചയമുള്ളവർക്കും അത്തരക്കാരിൽ നിന്ന് പ്രശ്നങ്ങളുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതുപോലെ ലോകത്തെല്ലായിടത്തും ഇതുള്ളതാണ്. നമ്മൾ ചൈനയെ നോക്കിയാലും ജപ്പാനെ നോക്കിയാലും കൊറിയ നോക്കിയാലും എല്ലാം ഉണ്ട്. പാകിസ്ഥാന് അപവാദമൊന്നുമല്ല. കാരണം സൂഫിസം പോലുള്ള ആത്മീയധാരകൾ അവിടെയുണ്ട്. സൂഫിസം എന്ന ആത്മീയധാര സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു ഇമ്രാൻഖാൻ്റെ അവസാന ഭാര്യയായിരുന്ന ബുഷ്ര ബീബി. അപ്പോൾ അവരുടെ ആദ്യത്തെ വിവാഹത്തിലുണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം അവർ ആത്മീയതയിലേക്ക് തിരികുകയും പിന്നെ പാക് പഠാൻ എന്നുള്ള പ്രദേശത്തുള്ള ഒരു ദർഗയിൽ അവർ സ്ഥിരം പ്രാർത്ഥനകളൊക്കെ ആയിട്ട് കൂടുകയും തൊട്ട് സുഖപ്പെടുത്തും അല്ലേ? തൊട്ട് സുഖപ്പെടുന്നു. അവർ ഒരു ഫെയ്ത്ത് ഹീലർ എന്നൊക്കെ അറിയപ്പെടുന്ന അങ്ങനത്തെ ഒരു വ്യക്തി. ഇത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ മലയാളത്തിൽ, കേരളത്തിൽ ഇതിനെ ആൾദൈവം എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ അങ്ങനത്തെ ഒരു ആൾദൈവ സംഭവം തന്നെയായിട്ടാണ്. പാകിസ്ഥാനിൽ അവർക്ക് അനേകം ഭക്തരുണ്ടായിരുന്നു, ഫോളോവേഴ്സ് നമ്മൾ പറയും. പക്ഷേ അവരുടെ സപ്പോർട്ടും ഇമ്രാന് കിട്ടിയിട്ടുണ്ട്. അതിലാണ് യഥാർത്ഥത്തിൽ ഇമ്രാൻ്റെ ഈ പൊളിറ്റിക്കലി ആൾക്കാർക്ക് അദ്ദേഹത്തിൽ വിശ്വാസം വന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ബുഷ്ര ബീബിയുടെ ഹസ്ബൻഡായിട്ടിരിക്കുന്ന അങ്ങനെ ഇമ്രാൻ വന്നാൽ അത് ഒരുപക്ഷെ പ്രചരിപ്പിച്ചതായിരിക്കണം. പാകിസ്ഥാനെ അദ്ദേഹം നയിക്കുന്നു, ലോകത്തിൻ്റെ നെറുകയിലെത്തും എന്നുമൊക്കെ വിശ്വസിച്ചൊരു ജനതയുണ്ട്. ഒരു പരിധിവരെ എന്താ പറയുക, നമ്മുടെ പ്രശസ്തനായിട്ടുള്ള നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങൾ പോലൊരു സാധനം അവിടെ ഇറക്കുകയും അത് എന്തൊക്കെയോ കളി നടന്നിട്ടുണ്ട്, ചില PR വർക്കൊക്കെ. സംഭവം ആ ഒരു പശ്ചാത്തലം ഇമ്രാനെ ധാരാളം സഹായിച്ചു. പക്ഷേ അവർ പിന്നീട് ജയിലിൽ പോയി. ഒരു ഘട്ടം കഴിഞ്ഞ് ഇമ്രാൻ പലരെ ശത്രുക്കളാക്കി. പലരും പറയാറുണ്ട് ഏതെങ്കിലും ഒരാൾ മോഡിയുടെ ശത്രുവായാൽ പിന്നെ അവൻ്റെ ഗതികേടാണെന്ന് പറയും. അപ്പോൾ മോഡിക്കെതിരെ ഇമ്രാനും യുദ്ധം പ്രഖ്യാപിച്ച് മോഡിയെയൊക്കെ മാറ്റണം, ഇല്ല മാറും, വേറെ ആൾ വരും എന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞോടെ ഇമ്രാൻ്റെ കഷ്ടകാലം തുടങ്ങിയത്. ആത്മീയ കാരണമാണോ അല്ലയോ എന്ന് എനിക്കറിയാൻ മേല. പക്ഷേ അതോടെ ഇമ്രാൻ്റെയും ജനപ്രീതി പോയി, അയാൾക്ക് പ്രശ്നങ്ങളായി, അയാളും ജയിലിലായി, ബുഷ്ര ബീബിയും ജയിലിലായി, മൊത്തത്തിൽ അവർ പ്രശ്നത്തിലായി. ഇതാണ് സിറ്റുവേഷൻ വന്ന് ചാടിയത്. പക്ഷേ അമേരിക്ക നോക്കുകയാണെങ്കിൽ മോദിക്കെതിരെ നിലപാടെടുത്തു, എപ്സ്റ്റീൻ ഫയൽസ് പൊങ്ങി വന്നു. അതെ, ബാലപീഡനം, ബാലികമാരെ പീഡിപ്പിച്ച കേസ് വരെ ചിലപ്പോൾ പ്രസിഡന്റ് സ്ഥാനം വരെ നഷ്ടപ്പെടും. അതെ, ഇങ്ങനെ അത്രയും ട്രംപിന് വരെ അവിടെ പ്രശ്നമുണ്ട്, ഈ പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പണ്ടാരോ പറയുമായിരുന്നു, ഈ ഭാര്യയുടെ കഥ പറഞ്ഞ പോലെയാണ് മോഡിയുടെ കാര്യം. കാരണം ഭാര്യയ്ക്കെതിരെ ആരെങ്കിലും വന്നാൽ എതിരാളുടെ ശക്തിയും കൂടെ ഭാര്യയ്ക്ക് കിട്ടുമെന്നും അവനെ തച്ച് ചേർക്കുമെന്നും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ശ്രീരാമനും മറഞ്ഞു നിന്ന് ചെയ്യേണ്ടി വന്നത് എന്നും കൂടെ പറയുമല്ലോ. എന്ന് പറഞ്ഞാൽ മോഡിക്കെതിരെ ആര് വന്നാലും മോഡിയുടെ ശത്രു, മോഡി ഒന്നുകൂടെ ശക്തി ആർജിക്കുകയും ചെയ്യും, ശത്രു തകരുകയും ചെയ്യും എന്നുള്ള ഒരു രസകരമായ ഒരു കോറിലേഷൻ. അതിനെ നമുക്ക് രസകരമായിട്ട് തന്നെ എടുക്കാം. പക്ഷേ എന്തായാലും ഇമ്രാൻ്റെ കാര്യത്തിൽ ഇത് കറക്റ്റായ പോലെയാണ്. അപ്പോൾ ആ ഇമ്രാനകത്തായി ബുഷ്ര ബീബിയുടെ സപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം അവസാനം വന്നപ്പോൾ ഫലിച്ചില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇമ്രാനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഞാൻ ആദ്യം പറഞ്ഞ വിദ്യാഭ്യാസമുള്ളവർ, യങ്സ്റ്റേഴ്സ്, അഡ്വക്കേറ്റ്സ്, പൊതുജനങ്ങളെ കൂടാതെ അവർ തന്നെ ഈ ഒരു സൂഫീസ് ധാരയിൽ വിശ്വസിക്കുന്ന അനേക ആൾക്കാർ, അങ്ങനത്തെ ഒരു സ്പിരിച്വൽ പശ്ചാത്തലത്തിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഇമ്രാൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നമ്മൾ ഇന്നലെ ഇമ്രാൻ മരിച്ചു എന്നുള്ള വാർത്ത വന്ന ഉടനെ നമ്മൾ മലയാളത്തിൽ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു, അതായത് ഒരു പക്ഷേ ഇമ്രാൻ എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ പാകിസ്ഥാൻ പ്രതികരിക്കും എന്നറിയാൻ വേണ്ടി മുഷറഫ് നടത്തിയിട്ടുള്ള ഒരു ഡമ്മി നാടകമായിരിക്കാം, മുനീർ നടത്തിയ ഒരു നാടകമായിരിക്കാം എന്നൊരു സാധ്യത നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സത്യത്തിൽ ഇമ്രാൻ മരിച്ചു എന്ന് ലോകം മുഴുവൻ വാർത്ത വന്നിട്ടും ഏതാനും 1000 പാർട്ടി പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി എന്നതല്ലാതെ പാകിസ്ഥാനിൽ വേറൊന്നും ഉണ്ടായില്ല. അതെ, അതിന് ദീർഘകാലത്തെ ചില റീസൺസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇമ്രാൻ ആദ്യം ഉണ്ടാക്കിയ ജനങ്ങളുടെ മുന്നിലുള്ള ഒരു കരിസ്മയുണ്ട്, ഞാനതിനെ കരിസ്മ എന്ന് വിളിക്കുന്നു, അത് പോയി. അത് പോവാൻ കരിസ്മയ്ക്കയുടെ പുറകിലെ പ്രധാന കാരണം ബുഷ്ര ബീബിയുടെ ഭർത്താവായി എന്നുള്ളതും കൂടിയായിരുന്നു. ഈ ആത്മീയ വ്യക്തിത്വം നയിക്കുന്ന രാഷ്ട്രീയ നേതാവ്. അപ്പോൾ അവിടെ ജനങ്ങളുടെ വിശ്വാസധാരയും ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള കരിയറും ഒരുമിച്ചാണ് വന്നത്. പക്ഷേ ഈ ജയിലിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അതോടുകൂടി ജനങ്ങൾക്കും കുറച്ചൊക്കെ എന്ന് വെച്ചാൽ അജയ്യനായിരുന്നു ഇമ്രാൻ എന്നൊരു വിശ്വാസം ജനതയ്ക്കുണ്ടായിരുന്നു. ഇതൊക്കെ തീർന്നു, ജയിലിലാണ്. അതെ, ജയിലിൽ നിന്ന് പുറത്ത് വരാൻ വയ്യാത്ത നിസ്സഹായാവസ്ഥയിലാണ് അവിടെ. പക്ഷേ അവർക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കലാപത്തിന് വേണ്ടി ഇറങ്ങുന്ന ജനങ്ങളല്ല
വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമാണ് അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നത്. അതൊരു പ്രശ്നമാണ് അല്ലേ? അതെ, അതാണ് ഇതിലെ ഒരു കൊല്ലാനും കത്തിക്കാനും നടക്കുന്ന ആളുകളല്ല, അല്ല, എഡ്യൂക്കേറ്റഡ് ഒരു ക്ലാസ് പീപ്പിൾ, ഒരു ക്ലാസ് പീപ്പിളാണ്. അപ്പോൾ ഈ ക്ലാസ് പീപ്പിൾ മാത്രമായിട്ട് ഒരുപക്ഷെ ചുരുങ്ങിയിരിക്കാം, അല്ലെങ്കിൽ ആ ക്ലാസ് പീപ്പിളാണ് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുക്കുന്നത്. മറുവശത്ത് ഭക്തസമൂഹം എന്നുള്ളവർ പോലും ക്ലാസ് പീപ്പിളിൻ്റെ ഒപ്പം നിൽക്കുന്നവരായിരിക്കും. പിന്നെ സൂഫി ധാരയുള്ളവർ അധികം അക്രമത്തിന് പോവില്ല. ഇതും ഒരു റീസണാണ്. പൊതുവിൽ എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ അതിശക്തമായ സൂഫി ധാരയുണ്ട്. അവിടെ അനേക സഹനങ്ങൾക്കും നമ്മൾ വിശ്വസിക്കാത്ത തരത്തിലുള്ള പ്രാക്ടീസുകളാണ് അവരുടെ കയ്യിലുള്ള. അവർക്ക് സംഗീതമുണ്ട്, നൃത്തമുണ്ട്, അങ്ങനെയുള്ള പല പല ടൈപ്പ് രീതികൾ. പിന്നെ നിരന്തര പ്രാർത്ഥനകൾ. അവർ കഴിയുന്നതും പ്രാർത്ഥനാലോകത്തേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രത്യേക സമ്പ്രദായം അവിടെ കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ളവർ പെട്ടെന്ന് അക്രമം കാണിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു റീസൺ അതാണ്. പക്ഷേ സംഭവം അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ ഇടിഞ്ഞിട്ടുണ്ട്, അതുറപ്പാണ്. എത്ര % ഇടിഞ്ഞു എന്ന് നമുക്കറിയില്ല, പക്ഷേ ഇടിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അസിം മുനീർ അത് മുതലാക്കിയാലോ? മുതലാക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യം അസിം മുനീറിന് ഭീഷണിയാവോ ഇല്ലയോ, ഇതാണല്ലോ അസിം മുനീറിൻ്റെ മുന്നിലുള്ള ചോദ്യം. അസിം മുനീർ നേരിട്ട് അധികാരത്തിൽ വന്നാൽ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകാമോ? വേണമെങ്കിൽ ഉണ്ടാകാം. കാരണം പണ്ട് നവാസ് ഷെരീഫ് നടത്തിയ ലോങ് മാർച്ച് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു ലോങ് മാർച്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇമ്രാനൂടെ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പിന്നെ പ്രതിപക്ഷ നേതാവ് ഇല്ല. അവിടെയാണ് പാകിസ്ഥാൻ്റെ എല്ലാവിധത്തിലുള്ള ജനാധിപത്യ വിശ്വാസത്തോടുകൂടി ഇല്ലാതാവും. ഇത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ പിളർപ്പിലേക്ക് നയിക്കാനാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് രാജ്നാഥ് സിംഗ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സിന്ധ്. അതെ, അപ്പം POK അവിടെ ജനകീയ പ്രക്ഷോഭം കൊണ്ട് ഗതികെട്ട് നിൽക്കുകയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് POK എപ്പം വേണമെങ്കിലും ഇന്ത്യയിലേക്ക് വരാം. ആകെ ഇന്ത്യ ഒരു സ്റ്റെപ്പ് എടുത്താൽ മതി. ഒന്ന് ആർമി അങ്ങോട്ട് 2 സ്റ്റെപ്പ്, ഒരു 10 സ്റ്റെപ്പ് ആ POKക്കകത്തേക്ക് കാലെടുത്ത് വെച്ചാൽ വേണമെങ്കിൽ POK ഇങ്ങോട്ട് വരും. മാത്രമല്ല ഈ POKയുടെ 106 കിലോമീറ്റർ അതിർത്തി അഫ്ഗാനിസുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അത് അവിടെ എന്ത് സഹായം വേണമെങ്കിലും അഫ്ഗാൻ ചെയ്യും. ഇന്ത്യയുടെ നാളത്തെ ആവശ്യം തന്നെ നേരിട്ട് അഫ്ഗാനുമായിട്ടുള്ള അതിർത്തി തന്നെ ആയിരിക്കും. അതെ, ആ കോറിഡോർ തുറക്കുക. അപ്പോൾ കോറിഡോർ തുറക്കുന്നതിൻ്റെ മുന്നിലുള്ള ഏറ്റവും നമ്മൾ ചിന്തിക്കും പലപ്പോഴും ചരക്ക് നീക്കം, വ്യാപാരമൊക്കെയാണ്. ഒരിക്കലുമല്ല. നമുക്കുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ് തന്നെയാണ്. താലിബാൻ കാശ്മീരിൽ കുഴപ്പമുണ്ടാക്കണമെന്ന് നിശ്ചയിച്ചാൽ നമുക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിപൂർവ്വം ഇന്ത്യ താലിബാനെ കയ്യിലെടുത്തതും ഒരിക്കലും നമുക്ക് പ്രശ്നമാവാത്ത വിധത്തിൽ കയ്യിൽ വെച്ചുകൊണ്ട് പോകുന്നതും. അതിന് ഏറ്റവും മികച്ച വഴി എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ശത്രുക്കളായിട്ട് അവരിയ്ക്കുക എന്നുള്ളതാണ്. അവർ മിത്രങ്ങളായിട്ടൊന്നും ആലോചിക്കാൻ സമയം കിട്ടരുത്. അപ്പോൾ അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവൻ കാശ്മീരിൽ കുഴപ്പമുണ്ടാക്കാൻ പറ്റരുത്. അവൻ നിരന്തരം പാകിസ്ഥാൻ വരില്ല. ഇപ്പം ഈ മറ്റേ ഇയാളുണ്ടല്ലോ ആമിർ ഖാൻ, അവരുടെ മന്ത്രി വന്നിട്ട് പറഞ്ഞല്ലോ, ഈ കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെയാണ്. അതെ, അത് കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ത്യയിൽ നിന്നിട്ട് പറഞ്ഞു. അതെ, അത് പറയുമ്പോൾ മാത്രമല്ല അഫ്ഗാൻ മണ്ണിലിരുന്ന് ഇന്ത്യയുടെ ഐക്യം തകർക്കാൻ ഒരാളെയും, സോവറിനിറ്റി തകർക്കാൻ ഒരാളെയും അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. അതെ, ഈ പ്രതിസന്ധി യഥാർത്ഥ ഒരു പ്രതിസന്ധി ആയനെ. ട്രംപിൻ്റെ അമേരിക്കൻ പട്ടാളം അഫ്ഗാൻ വിട്ടു പോകുന്ന സമയത്ത് നമ്മുടെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് വാട്ട് വിൽ ഹാപ്പൻ ഇൻ കാശ്മീർ എന്നുള്ള ചോദ്യമായിരുന്നു. ഇന്ത്യ പ്രതിസന്ധിയിലാണ് എന്ന് തന്നെയാണ് അന്ന് പലരും ചിന്തിച്ചത്. ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ കാണുന്നത് ഇന്ത്യ പ്രതിസന്ധിയിലല്ല എന്നും അഫ്ഗാനിസ്ഥാനും അല്ലെങ്കിൽ താലിബാനും US ഇടയ്ക്കുള്ള ചർച്ചകളിൽ ഇന്ത്യയും പങ്കാളിയായിരുന്നു എന്നും, ഇന്ത്യയിൽ ട്രെയിനിങ് കിട്ടിയ ഒരാൾ അവിടെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ദാറുൽ ഉലൂം ദേവബന്ദിൽ പഠിച്ച ഒരാൾ അവിടെയുണ്ട്, ഇന്ത്യൻ മിലിറ്ററി ട്രെയിനിങ് കൊടുത്ത ആൾക്കാർ പോലും അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാവുന്ന ഘട്ടം വരുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ പോളിസി മേക്കേഴ്സ് ഇന്ത്യ സപ്പോർട്ടേഴ്സാണ്. അപ്പം അല്ലാത്തവരുണ്ടായിരുന്നില്ല എന്ന ചോദ്യമുണ്ട്. ഉണ്ടായിരുന്നു, അവർ പലരും ഇന്നില്ല. ഇങ്ങനെയും കൂടിയാണ് സംഭവിച്ചത്. അവർ പലരും ഇന്നില്ല, ജീവനോടില്ല. അതെ, അപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടിയിരുന്ന പലരും അവിടെ ഇല്ല. ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരാണ് ഉള്ളത്. അതിന് ചരിത്രപരമായ പശ്ചാത്തലങ്ങളുണ്ട്. അതുകൊണ്ട് അവർ ഇന്ത്യയോടൊപ്പം ഇത്ര ഇന്ത്യ ചെയ്തെടുത്തു. ഇനി വരാവുന്നൊരു പ്രശ്നം എന്ന് പറയണത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ മുനീർ എന്ത് കാട്ടിക്കൂട്ടും എന്നുള്ളതാണ്. മുനീർ കാട്ടിക്കൂട്ടുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നം തുർക്കിയുടെ അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ബംഗ്ലാദേശിനെ വേറൊരു ഭാഗത്ത് കരുവാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ സൈനിക നീക്കം നടത്തിയാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതിലേക്ക് അവർ പോകാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം അവനവിടെ സമ്മർദ്ദത്തിലാണെങ്കിൽ കൂടുതൽ ഇപ്പുറത്ത് പണിക്ക് വരില്ല എന്നുള്ളത്. എങ്കിലും ഇമ്രാൻ എന്നൊരാളിൻ്റെ തിരോധാനം പാക് രാഷ്ട്രീയത്തിൽ നിന്ന് സംഭവിക്കുകയാണെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നത് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് പാകിസ്ഥാൻ എന്നുള്ള ഒരു സിറ്റുവേഷൻ ശിഥിലമാവും. കാരണം ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ പലതും സംഭവിക്കും. കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഓൾറെഡി ബലൂചിസ്ഥാനിലെ മുഴുവൻ ജനതയും പാകിസ്ഥാനെ എതിരാക്കി വെച്ചേക്കാം. അവരുടെ അംഗസംഖ്യ, ബലൂചിസ്ഥാൻ്റെ ജനസംഖ്യ വളരെ കുറവാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഭൂമി കൂടുതൽ പാകിസ്ഥാൻ്റെ വിസ്തൃതിയുടെ 40% ബലൂചിലാണ്. അതെ, പക്ഷേ ജനസംഖ്യ കുറവായതുകൊണ്ടും അവരുടെ പ്രക്ഷോഭകാരികളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് അവർക്കൊന്നും പറ്റാത്തത്. അതേസമയം സിന്ധും POKയും ഒരു വിമോചന പാതയിലാണ് പോകുന്നതെങ്കിൽ
ബലൂചിസ്ഥാൻ പെട്ടെന്ന് വിമോചിക്കപ്പെടും. അതിലേറ്റവും പ്രശ്നം സിന്ധാണ്. കാരണം വളരെ പോപ്പുലേറ്റഡ് ഏരിയയാണ്. സിന്ധിൽ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഇന്ത്യ അനുകൂലമാണ്. അവിടെ മിലിറ്റന്റ് ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ പ്രക്ഷോഭ ഗ്രൂപ്പെന്നോ പറയാവുന്ന പ്രമുഖമായ 2-3 ഗ്രൂപ്പുകളുണ്ട്. അതിലൊന്ന് മുത്താഹിദെ ഖ്വാമി മൂവ്മെൻ്റാണ്. അവരിപ്പോൾ പഴയ പോലെ മുന്നിൽ അവരുടെ ഇത് കേൾക്കുന്നില്ല. അൽത്താഫ് ഹുസൈൻ്റെ, അദ്ദേഹം ഇംഗ്ലണ്ടിലാണുള്ളത്. എങ്കിലും ചാനലുകൾക്ക് ചർച്ച കൊടുക്കുമ്പം വിഭജനം വലിയൊരു തെറ്റായിരുന്നു എന്നും പാകിസ്ഥാൻ തിരിച്ച് ഇന്ത്യയിൽ ലയിക്കുകയാണ് വേണ്ടതെന്നും ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ആൾക്കാർ അവിടെയുണ്ട്. വേറെ ചില ഗ്രൂപ്പുകളും ഉണ്ട്. സിന്ധ് വിമോചന മുന്നണി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില ഗ്രൂപ്പുകൾ. സിന്ധും പഞ്ചാബും ആണല്ലോ പാകിസ്ഥാന്റെ ഏറ്റവും സമ്പന്നമായ പ്രദേശം. ഇതിപ്പോൾ നമ്മൾ സിന്ധു നദീജല അതെ നമ്മൾ ജലം കൊടുക്കില്ല എന്ന് തീരുമാനിക്കുന്ന വളരെ പെട്ടെന്ന് സിന്ധിലെയും പഞ്ചാബിലെയും സ്ഥിതി വഷളാക്കും. അതെ, എങ്കിലും വാട്ട് ഈസ് പാകിസ്ഥാൻ എന്ന് ഡിഫൈൻ ചെയ്ത് ചോദിച്ചാൽ ദാറ്റ് ഈസ് പഞ്ചാബ് എന്ന് വേണം പറയാം. പാക് പഞ്ചാബാണ്. കാരണം പാക് പഞ്ചാബാണ് എല്ലാവരും നിയന്ത്രിക്കുന്നത്. സിന്ധിലുള്ള ഒരു മിശ്രിത ജനതയാണ്. ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാരടക്കം ഈ സിന്ധിലുണ്ട്. അവരോട് പഞ്ചാബികൾക്ക് വലിയ കാര്യമൊന്നുമില്ല. അവരെ മോശമായിട്ടാണ് വെച്ചേക്കുന്നത്. എല്ലാവരെയും 3ാം കിടക്കാരായിട്ടോ 4ാം തരക്കാരായിട്ടോ ഒക്കെയാണ് പാക് പഞ്ചാബികളാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത്. അതെ, അപ്പോൾ ഈ പാക് പഞ്ചാബിനോടുള്ള വൈരമാണ്. അത് ബലൂചിസ്ഥാനികൾക്കാണെങ്കിലും സിന്ധിലുള്ളവർക്കാണെങ്കിലും POK ആണെങ്കിലും ഇത് തന്നെയാണ്, ഒരേ സംഭവമാണ്. POKക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്രയും നാളും അവിടെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാണ്ട് അവരെ തീവ്രവാദികളാക്കി അവർക്ക് ഒരു വികസനവും വരുത്താണ്ട് ഇന്ത്യയുടെ കുറേ ശത്രുക്കളുടെ ഫാക്ടറി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പാകിസ്ഥാൻ ചെയ്തത്. പുതിയ ഇൻ്റർനെറ്റിൻ്റെ കാലത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ സാധ്യതകളും പാകിസ്ഥാൻ അടച്ചു കളഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുക ഞങ്ങൾക്ക് അതുകൊണ്ടാണ് അപ്പുറത്തെ കാശ്മീരിലുള്ള പോലെ വികസനം ഞങ്ങൾക്ക് വേണം എന്നവർ പറയുന്നു. ബലൂചിസ്ഥാൻ പണ്ട് തന്നെ അവികസിത മേഖല, അവിടെ ഒന്നുമില്ല. എന്നാലോ പാകിസ്ഥാൻ്റെ ഏറ്റവും റിസോഴ്സ്ഫുൾ പ്രദേശം അവിടെ, ഏറ്റവും കൂടുതൽ മിനറൽസും ഈവൻ പെട്രോളിയം പോലും ഉള്ളത്. അവിടെയുള്ളവരുടെ ഇപ്പോഴത്തെ വരുമാന മാർഗം എന്ന് പറയുന്നത് കഞ്ചാവ് കൃഷിയാണ്, ഓപ്പിയമാണ്. കഞ്ചാവ് എന്ന് പറയാൻ പറ്റില്ല, ഓപ്പിയമാണ്. അഫ്ഗാനിസ്ഥാനിൽ ഓപ്പിയം കൃഷി അവസാനിക്കുകയും ബലൂചിസ്ഥാനിലേക്ക് മാറുകയും ചെയ്ത സിറ്റുവേഷനാണ് ഉണ്ടായിരിക്കുന്നത്. അത് ബലൂചിസ്ഥാനെ ഒന്നുകൂടെ നശിപ്പിക്കുകയുള്ളൂ. സിന്ധിലാണെങ്കിലും പ്രശ്നങ്ങളാണ്, വികസനമില്ലായിക. പാകിസ്ഥാൻ്റെ കയ്യിൽ പണമില്ല. നോർമലി വികസനം പലതും നടത്തേണ്ട സിന്ധിൽ അതില്ല. തുറമുഖ നഗരമായ കറാച്ചി സിന്ധിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ അത് ഇമ്രാൻഖാൻ ജീവിച്ചിരുന്നാലും ശരി മരിച്ചാലും ശരി പാക് ഭരണകൂടത്തിന് ഇത് പ്രശ്നമാണ്. അസിം മുനീറിനും അത് പ്രശ്നമാണ്. അയാൾക്ക് താൽക്കാലികമായിട്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷം മാത്രമേ സംഭവിക്കൂ. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമുക്കിങ്ങനെ സമ്മപ്പ് ചെയ്യാൻ തോന്നുന്നു. അതായത് ഇമ്രാൻ ഇപ്പോൾ മരിച്ചോ ഇല്ലയോ എന്നറിയില്ല, ഇമ്രാൻ എവിടെയാണെന്നും അറിയില്ല. ഇമ്രാനെ കാണാനും സമ്മതിക്കുന്നത് ചൊവ്വാഴ്ച വരെ കാത്തിരിക്കണം. ചൊവ്വാഴ്ച ഒരുപക്ഷെ ഇവർ അതിൻ്റെ മുന്നിൽ തന്നെ കുത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സമ്മർദ്ദം കൊണ്ട് ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് കാണിക്കുമോ എന്ന് നമുക്കറിയില്ല, ഇനിയും ദിവസങ്ങളുണ്ട്. ഏതായാലും ഇമ്രാനെ കാണാതെ ഈ സൊല്യൂഷൻ സമസ്യ തീരില്ല. അതെ, ഇനി ഇമ്രാൻ ജീവിച്ചിരിപ്പില്ല എന്ന് വന്നാൽ പോലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് അസിം മുനീർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉണ്ടാവണം, അതെ. പക്ഷേ അത് വ്യക്തമായൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റും. ഫലം ഒരു പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിലും ദീർഘകാല ഫലം ഉണ്ടാവാനാണ് സാധ്യത. അതെ, ഇപ്പോഴും ഇമ്രാൻ ജീവനോടെ ഉണ്ടോ എന്നതിന് കൺഫർമേഷൻ ഇല്ല. അതാണ് പ്രശ്നം, കൺഫർമേഷൻ ഇല്ല.